ആണോ? മാലിക്കുട്ടിന്റെ തന്നില്ലേ? ഹലോ ഫ്രണ്ട്സ്, മീ ആൻഡ് ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറഞ്ഞേ, കിതു ഹായ് പറഞ്ഞേ, ഹായ് അവിടെ ഇവിടെ ഹായ് പറഞ്ഞേ, ഹായ് ഒരു ഹായ് പിടിക്കേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്? ഇന്നത്തെ വീഡിയോ സിത്തൂട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയാണ്. അപ്പോൾ ഗിഫ്റ്റുകൾ ഓരോന്ന് വിധം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സിത്തൂട്ടിനും ദേവൂട്ടനും അച്ഛയും അങ്കിളും കൂടെ കൂടിയാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ സിത്തുക്കുട്ട? സിത്തു പറ. ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഡ്രസ്സുകളൊക്കെയാണ്. കുറേ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാതെ. ഇതുപോലെ ഓരോ ഗിഫ്റ്റും തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവന് ഇതിന് മുമ്പ് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊന്നും പിന്നെ അത് അറിയാറായിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവനത് എന്തൊക്കെയോ ഇത് കാണുമ്പോഴത്തേക്കും എന്താണ് അവൻ്റേതാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതായാലും ഇടാൻ പാകത്തിനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ പലരും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചില ഡ്രസ്സുകളൊക്കെ എടുത്ത് ദേവൂട്ടം വെച്ച് നോക്കിയിട്ട് അമ്മ ഇത് എനിക്ക് ചേരും, ഞാനിത് എടുക്കുകയാണെങ്കിൽ അവന് കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശയ്ക്ക് അവൾ പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു പാർട്ടി സ്യൂട്ട് പോലത്തെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വായി വെക്കുന്നുണ്ട്. അവന് അത് ഇടാനുള്ളതാണെന്ന് മറന്നിട്ട് തിന്നാനുള്ളതാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ഓരോന്നെടുത്ത് വായി വെക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അതൊക്കെ പിടിച്ച് മേടിച്ച് വെച്ചു. അതിന് അങ്കിളും ഓരോ സാധനങ്ങൾ കവറൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്കിളും അവനും കൂടി ഇരുന്ന ഓരോ കളികളൊക്കെയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഒരു ടീം. അങ്കിളുമായിട്ട് കൂട്ടാണോ പൊന്ന്? ആണോ? ഇവർ തമ്മിലൊരു പൊട്ടാകുട്ട ബന്ധമാണ്. ഇതിൽ പൊട്ടനാരാണോ കുട്ടനാരാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവർ ഭയങ്കര കൂട്ടുകാരാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ഡ്രസ്സുകൾ കിട്ടിയായിരുന്നു. അത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് അമ്മ ഇതെനിക്ക് കൊണ്ടുവരുമേ, അയ്യോ ഇത് നല്ലതാണല്ലോ, അവന് ചേരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവൂട്ടൻ ഇങ്ങനെ പറയുകയാണ്. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഒരു ബലൂണൊക്കെ കൊടുത്ത് അവനെ അവിടെ ഒതുക്കിയിരുത്തി. അത് കണ്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ സിത്തുമോൻ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ദേവൂട്ടൻ ഓരോന്നെടുത്ത് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ ഞങ്ങൾ കണ്ടതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട്. ഈ കുറച്ച് ഒരു 2 വയസ്സാകുമ്പോൾ ഇടാനുള്ള പാകത്തിനുള്ള കൂട്ട ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇനിയാണെങ്കിലും ഇനി ഒരു കുറേ നാളത്തേക്ക് ഡ്രസ്സുകളൊന്നും മേടിക്കണ്ട. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡാൻസിങ് ടോയോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേൾക്കുന്നത്, അതുപോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് ദേവൂട്ടന് പിന്നെ മോന് കൊടുത്ത കൂട്ടത്തിൽ തന്നെ ദേവൂട്ടന് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. പിന്നെ ആർക്കും സങ്കടമായിരുന്നല്ലോ എന്നോർത്തിട്ട് കുറച്ച് പേര് ചോക്ലേറ്റൊക്കെ ദേവൂട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവൂട്ടൻ ആ ചോക്ലേറ്റ് മുഴുവൻ അവൻ്റെ കയ്യിലോട്ട് കൊടുത്തായിരുന്നു. അവനത് തിരിച്ച് ചേച്ചിക്കുട്ടിക്ക് കൊടുക്കുകയും പിന്നെ എൻ്റെ നേരെ വെച്ച് നീട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ അത് അവൻ വായി വെച്ച് തരും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും നീരെ അവരുടെ നേരെ ഇങ്ങനെ എന്നാന്നും പറഞ്ഞുകൊണ്ട് നീട്ടും, അത് തരും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ അതിനൊരു ടോയ് കിട്ടിയായിരുന്നു, ഒരു ജീപ്പ്. അത് കിട്ടിയായിരുന്നു. കണ്ടില്ല, അവനെ ഉദ്ദേശിക്കുക. പിന്നെ അടുത്തൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് മോനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സിത്തൂട്ടിനെ പൊട്ടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വെച്ച് നീട്ടിയതാണ്. നടക്കില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേച്ചു. ഇതിലൊന്നുമല്ല അവൻ്റെ ശ്രദ്ധ. അവനാണെങ്കിൽ ഒരു ഡയറി മിൽക്ക് ഉണ്ട് കയ്യിൽ, അതെങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. അതിടയ്ക്ക് എൻ്റെ നേരെ വെച്ച് നീട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൊട്ടിച്ചത് കൊടുത്തില്ല, കാരണം അതിനിപ്പം ചോക്ലേറ്റൊക്കെ അതെല്ലാം ഡ്രസ്സെല്ലാം ആയാലോ എന്ന് ഓർത്തുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊട്ടിച്ചു കൊടുത്തത്. അങ്ങനെ വീണ്ടും ഓരോ ഡ്രസ്സുകളും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പിന്നെ മോനൊരു ഷൂ കിട്ടിയത്. കുറച്ച് വലുതാണ്, പക്ഷെ അത് അധികം താമസിക്കാതെയൊക്കെ ഇടാൻ പറ്റും. അതുപോലത്തെ ഒരു ഷൂ കിട്ടി. പിന്നെ ഒരു ഊഞ്ഞാൽ കിട്ടി. പിന്നെ ഒരു മ്യൂസിക് കേൾക്കുന്ന ഒരു ടോയ് കിട്ടി. അതവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൻ്റെ കൊച്ചച്ചയുടെ വക ഒരു കാറ്.
സിദ്ധിക്കുട്ടൻ്റെ അയ്യോ അത് കണ്ടോ സിദ്ധിക്കുട്ടൻ ചിരി. ഇതാണ് അങ്കിളിൻ്റെ ആൻറ്റിയുടെയും ഗിഫ്റ്റ്. രാവിലെ അത് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ അകത്തേ നിന്ന് ആക്കി ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. ഇത് പിന്നെ അടുത്ത ഗിഫ്റ്റ് സിദ്ധൂട്ടൻ്റെ അനുവാൻ്റിയും കൊച്ചച്ചിയും കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയോടെ രണ്ടുപേരും കൂടെ അത് അവനെ കൊണ്ട് പറ്റുന്നത് അവനും ചെയ്യുന്നുണ്ട്. പിടിച്ച് വലിച്ചത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുക. പോപ്പോണ്ടി രണ്ട് വണ്ടിയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓടിക്കാൻ 2 വണ്ടി കിട്ടിയതിൻ്റെയും കളിക്കാൻ വേറെ കളിപ്പാട്ടം കിട്ടിയതിൻ്റെയും ഡ്രസ്സ് കിട്ടിയതിൻ്റെ ഒക്കെ സന്തോഷത്തിൽ ദേവൂട്ടനും സിദ്ധൂട്ടനും ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ആണുങ്ങൾക്ക് ഈ വണ്ടി കണ്ട പ്രാന്താന്ന് പറയുന്നത് സത്യമല്ലേ. ഇത് ഒരാളെ കണ്ടോ, കൊച്ചച്ച മോന് കൊടുത്ത ഗിഫ്റ്റുമായിട്ട് അച്ഛ ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇത് കൊച്ചിന് കളിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.